ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. കാരബോ കപ്പിൽ നിന്ന് പുറത്തായി, ഫൈനലിൽ നിന്നും. അങ്ങനെ ഇപ്പോൾ FA കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. അതും സൗത്ത് ഹാംപ്ടണുമായിട്ട്, ചാമ്പ്യൻഷിപ്പിലുള്ള സൗത്ത് ഹാംപ്ടണുമായിട്ട് നമ്മൾ പുറത്തായിരിക്കുന്നു. ഇത് ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. പേഴ്സണലി ഈ കളി ഞാൻ തോക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. കളിക്ക് മുമ്പും അവരൊരു ഗോൾ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ലായിരുന്നു നമ്മൾ തോക്കും എന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. യെസ്, അതൊരു ഇറ്റ്സ് എ ഹാർഡ് പിൽ ടു സ്വോളോ എന്നൊക്കെ പറയാറില്ലേ. ഇറ്റ് ഈസ് ഹാർഡ്. ഇറ്റ്സ് ടഫ് ബീങ് ആൻ ആർസണൽ ഫാൻ. ശരിയാണ്, ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ബട്ട് ഇറക്കിയ ടീം ഈസ് ഗുഡ് ഇനഫ് ടു ബീറ്റ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് സൗത്ത് ഹാംപ്ടൺ ടീമിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗുഡ് ഇനഫ് ടീമിനെയാണ് നമ്മൾ ഇറക്കിയത്. ആൻഡ് തോറ്റത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ, നമ്മുടെ ടീം അറ്റാക്കിംഗ് തേർഡിൽ ക്ലിനിക്കൽ അല്ലായിരുന്നു. ഇത് തന്നെ ചില ഡിസിഷൻ മേക്കിങ്സ്, ചില ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഇനഫ്. ഒരു പ്രീമിയർ ലീഗ് അടിക്കേണ്ട ടീമിൻ്റെ ക്വാളിറ്റി അവിടെ കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് നമുക്ക് തോക്കാൻ വഴിവെച്ച കാര്യം. സിമ്പിൾ ആസ് ദാറ്റ്. എൻ്റെ ഈ ഒരു അഭിപ്രായം മേ ബി ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും. ബട്ട് ഇന്നത്തെ എസ്പെഷ്യലി ആ ഫസ്റ്റ് ഹാഫ് ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ആ ഒരു ബിൽഡപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൈലൈനായിരുന്നു, അത് കുറേയൊക്കെ എക്സ്പോസ്ഡായി. നല്ല ഹൈലൈനായിരുന്നു. അതിൻ്റെ ആ ഒരു എൻഡ് പ്രോഡക്റ്റാണ് ഗ്യാബ്രിയലിൻ്റെ പാസ് കൈ ഹാവേർട്സിൽ എത്തുന്ന, കൈ ഹാവേർട്സ് കട്ട് ബാക്ക് ചെയ്ത് ഗ്യോക്രൈസിന് കൊടുക്കുന്നു, ഗ്യോക്രൈസിൻ്റെ ഗോൾ. അതാണ് ഈക്വലൈസ് ടു ഗോൾ. അതാണ് ത്രൂ ഔട്ട് ദ ഗെയിം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ക്രോസിൽ നിന്ന് ഗോൾ അടിക്കാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറിയിട്ട് ഓപ്പൺ പ്ലേ എന്ന് വെച്ചാൽ ത്രൂ ദ സെൻറ്റർ വൺ ടച്ച് പാസസ്, എസ്പെഷ്യലി ആ 20 to 30 മിനിറ്റ്സ് ഒരു സ്പെല്ലുണ്ടായിരുന്നു നമ്മുടെ. ബ്യൂട്ടിഫുൾ ടു വാച്ച്. നന്നായിട്ട് വൺ ടച്ച് ഫുട്ബോളും 2 ടച്ച് ഫുട്ബോളും ഒക്കെ ആയിട്ട് ആൻഡ് ഗിവ് ആൻഡ് ടേക്ക് ആൻഡ് ഗോ. ഒരുപാട് അതിനകത്ത് ഓഡഗാർഡിൻ്റെ ഷോട്ട് ഉണ്ടായിരുന്നു, മാക്സ് ഡോമൻ്റെ ഷോട്ട് ഉണ്ടായിരുന്നു. വി പ്ലേഡ് റിയലി വെൽ ഫസ്റ്റ് ഹാഫ്. ഇവിടെയാണ് കോൺട്രവേഴ്ഷ്യൽ എഗെയിൻ. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ബട്ട് ഐ റിയലി ഫെൽറ്റ് നമ്മൾ കളിച്ചത് ആ ഒരു ബിൽഡപ്പ് മോശമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെയിം മാൻ സിറ്റിക്കെതിരെ നമ്മൾ എങ്ങനെ കളിച്ചോ ഓൾമോസ്റ്റ് സെയിം രീതിയിലാണ് നമ്മൾ കളിച്ചത്. ആ ഒരു മെൻറ്റാലിറ്റി ശരിയല്ലായിരുന്നു. ദാറ്റ് ആ ഒരു ഫസ്റ്റ് ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മളങ്ങ് സ്ലോ ആയി. ആ ഒരു ഇത് പറയുമ്പോഴും യു ഹാവ് ടു ഗിവ് എ ഹ്യൂജ് ക്രെഡിറ്റ് ടു മാക്സ് ഡോമൻ ആണ് നമ്മളെ ആ ഒരു 16-year-old വേണ്ടി വന്നു നമ്മളെ ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് ഓരോ പ്രാവശ്യം കൊണ്ടുപോകാൻ. ആൻഡ് ഓരോ തവണ മുന്നോട്ട് പോകുമ്പോഴും ഹി വാസ് ഗെറ്റിംഗ് ഫൗൾഡ്. സോ അത്രയ്ക്ക് ത്രെട്ടായിരുന്നു. ദ ഓൺലി പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. സെൻട്രലി ത്രെട്ട് കൊണ്ടുവന്നത് മാക്സ് ഡോമൻ ആയിരുന്നു. ഓഡഗാർഡ് അവിടെ ഇവിടെയും ചെറിയ ഫ്ലാഷസ് ഓഫ് ഇത് കാണിച്ചെന്നല്ല, നത്തിങ് സിഗ്നിഫിക്കൻറ്റ്. പക്ഷേ ഓഡഗാർഡ് വാട്ട് ഹീ ക്യാൻ ബ്രിങ് എന്നുള്ളൊരു സാധനം നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എഗെയിൻ ഒരുപാട് ഷോട്ട് എടുക്കുന്നു. മാർട്ടിനലിയുടെ ഒരു ഷോട്ടുണ്ട്, കാലഫിയോറി മിസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരെണ്ണം പോസ്റ്റിൽ തട്ടി പോകുന്നു. സോ ഓൾ ദീസ് ഷോട്ട്സ് നമുക്ക് വി കുഡ് ഹാവ് കൺവേർട്ടഡ്. പക്ഷേ ഇതൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതാണ് അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ നമ്മുടെ കളിയുടെ തോൽവി. ഇറ്റ്സ് റിയലി സാഡ് ടു സേ സൗത്ത് ഹാംപ്ടൺ ആയിരുന്നു കുറച്ചുകൂടെ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഷോസ് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് എന്തോരം ഡൗൺ ആണെന്ന് ഇറ്റ് ഷോസ്. എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത് കൺഗ്രാജുലേഷൻസ് ടു മാൻ സിറ്റി. എന്തായാലും അവരാണ് FA കപ്പ് അടിക്കാൻ പോകുന്നത്. വേറെ ആരും ഇൻഫോം ടീം അവർ തന്നെയാണ്. കണ്ടല്ലോ ലിവർപൂളിനെ എന്താ ചെയ്തതെന്ന്. ഡിസ്മാൻറ്റിൽഡ് ലിവർപൂൾ. ഇനിയുള്ളത് ചെൽസിയാണ്. ഇനിയിപ്പോൾ ലീഡ്സോ ആര് വന്നാലും ഐ ഡോണ്ട് തിങ്ക് മാൻ സിറ്റിക്ക് ഒരു ത്രെറ്റ് ആവുമെന്ന് എനിക്ക് ഫീലേ ചെയ്യുന്നില്ല. സോ FA കപ്പും കാർലിംഗ് കപ്പും അടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാൻ സിറ്റി ഒരു നല്ലൊരു സക്സസ്ഫുൾ സീസൺ ഫിനിഷ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് റിയലി വറിയിങ്. നമ്മൾ ഫോം ഡൗൺ ആവുകയാണ്. നമ്മുടെ ഒരുപാട് പ്ലെയേഴ്സ് ഇഞ്ചേർഡ് ഉണ്ട്.
മാൻ സിറ്റി ഉയർന്നു വരികയാണ്. അനദർ ബോട്ട്ലിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞായിരുന്നു. കാർലിംഗ് കപ്പ് ആരടിക്കുമോ അവർക്കാണ് കൂടുതൽ സാധ്യത പ്രീമിയർ ലീഗ് അടിക്കാൻ. അത് മാറണമെങ്കിൽ ഐ ഹാവ് ടു സീ ആർസണൽ എങ്ങനെയാണ് പ്രീമിയർ ലീഗ് ഇനി വരാൻ പോകുന്ന ഗെയിമുകൾ, എസ്പെഷ്യലി ദ ഫസ്റ്റ് 3 ഗെയിംസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കൊന്ന് കാണണം. ദെൻ ഓൺലി വി ക്യാൻ ട്രസ്റ്റ് ദിസ് ടീം. എനിക്ക് തീരെ ട്രസ്റ്റ് ഇല്ല ഈ ടീമിൽ. ഐ വിൽ ബി വെരി ഓണസ്റ്റ്. 0 ട്രസ്റ്റ് ഇൻ ദിസ് ടീം. ദാറ്റ്സ് ദ റിയാലിറ്റി. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. ഐ ഹാവ് 0 ട്രസ്റ്റ് ഇൻ ദിസ് ടീം. കാരണം പട്ടിക്ക കൊണ്ട് കല ഉടയ്ക്കുക എന്നുള്ള ബോട്ട്ലിംഗ് ഒരു അവരുടെ DNA അങ്ങ് ചേർന്നിരിക്കുകയാണ്. സോ ദാറ്റ്സ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിൽ ഒരു ക്രഞ്ച് ടൈമിലെത്തുമ്പോൾ ക്ലച്ച് പ്ലെയേഴ്സ് ഇല്ല നമുക്ക്, അൺഫോർച്ചുനേറ്റ്ലി, ടു ഗെറ്റ് അസ് ഓവർ ദ ലൈൻ. ഈവൻ എ ലോട്ട് ഓഫ് ബ്ലെയിം ഹാസ് ടു ഗോ ടു അർട്ടറ്റ. ആ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്ത രീതി എല്ലാം ഇറ്റ് ഹാസ് ടു ഗോ. എസ്പെഷ്യലി ഞാനിത് പറയുന്നത് കാരബോ കപ്പിൻ്റെ ഫൈനലിലാണ്. സോ അത് എല്ലാം ഒന്ന് ചേർത്ത് വായിക്കുകയാണ്. സോ ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇനി അധികം മാസങ്ങളൊന്നുമില്ല ടു നോ എന്താവുമെന്ന്. സോ ദിസ് ഡിഫൈൻസ് ഇത് ഒരു കരിയർ ഡിഫൈനിങ് മൊമെൻ്റാണ് ആർട്ടറ്റയ്ക്കും ആൻഡ് ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനും. ലെറ്റ്സ് സീ. ഒരു ഹോപ്പുണ്ട്, ചെറിയൊരു ഹോപ്പുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇത്ര ഇഞ്ചുറീസ് വന്നതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് സ്റ്റെപ്പപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാതെ എനിക്കിനി വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ ഒരു മിക്സിൽ, ഈ ഒരു ടൈറ്റിൽ റേസ് മിക്സിൽ നമ്മൾ ഇതിപ്പോൾ 4ാമത്തെ സീസണാണ്. സോ വി ഹാവ് ബീൻ പുട്ടിങ് അവർ ഫെയ്ത്ത്. ആ ഫെയ്ത്ത് നശിപ്പിച്ച് എന്താണ് നെല്ലിപ്പലകയിൽ എത്തിച്ച് വെച്ചിരിക്കുകയാണ് ഇവർ. സോ ഇറ്റ്സ് വെരി ടഫ് ടു പുട്ട് കംപ്ലീറ്റ് ഫെയ്ത്ത് ഇട്ടിട്ട് നമ്മൾ ജയിക്കും എന്ന് പറയാം. നോ, കാണട്ടെ, കുറച്ച് എന്തെങ്കിലും ഒന്ന് കാണാതെ ഇറ്റ്സ് റിയലി ടഫ്. അതിനോ ഭയങ്കര സങ്കടം വരുന്ന ദിവസങ്ങളാണ്. കഴിഞ്ഞ 2 ഗെയിമിൽ നിന്ന് 2 കോമ്പറ്റീഷൻ പോയി. ഐ ഡോണ്ട് സബ്സ്ക്രൈബ് ടു ഈ ക്വാഡ്രൂപ്പിൾ. അങ്ങനെയൊന്നും നമ്മളാരും, ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ ഐ നെവർ സബ്സ്ക്രൈബ് ടു ഇറ്റ്. ഓക്കെ, ഒരു FA കപ്പ് പ്രീമിയർ ലീഗ് ഇറ്റ് വാസ് പോസിബിൾ എന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. സോറി, കാരബോ കപ്പ് പ്രീമിയർ ലീഗ് ഇങ്ങനെയായിരുന്നു പോസിബിലിറ്റി കൂടുതലുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ഫൈനലിലായിരുന്നു, ജയിക്കുമായിരുന്നെങ്കിൽ ദെൻ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് കൊണ്ടുവരാമെന്നുള്ളൊരു. നൗ ഇറ്റ് ലുക്സ് ലൈക്ക് വി ആർ ബോട്ട്ലിംഗ്. ലെറ്റ്സ് സീ.